SLC കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്ററാണ് മെറ്റൽസ് അഥവാ ലോഹങ്ങൾ. പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി ഒരുപാട് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് ലോഹങ്ങൾ. പല കുട്ടികളും ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്ന, എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള, കുറച്ചധികം കാര്യങ്ങൾ കാണാതെയൊക്കെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മെറ്റൽസ് അഥവാ ലോഹങ്ങൾ എന്ന് പറയുന്നത്. ആ ചാപ്റ്ററിൽ നിന്നും നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആ ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കാനുള്ളത് മിനറൽസ്, ധാതുക്കൾ, അതുപോലെ തന്നെ അതിൻ്റെ അയിരുകൾ, ഓറുകൾ, പിന്നെ ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലർജി, അതിൻ്റെ 3 സ്റ്റെപ്പുകൾ, പിന്നെ ഇരുമ്പിൻ്റെയും അലുമിനിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും നിർമ്മാണം, പിന്നെ ലോഹനാശനം അഥവാ കൊറോഷൻ ഓഫ് മെറ്റൽസ്. ഇത്രയും ടോപ്പിക്കുകളിൽ നിന്നും വരുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. സോ ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ്. പിന്നെ ഇവിടെ ഇപ്പുറത്ത് മെർക്കുറി, സോഡിയം, സിൽവർ, സിങ്ക് എന്നൊക്കെ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇലക്ട്രോളിസിസ് വഴി ഒരു മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് റിയാക്ടിവിറ്റി എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. സോ നമുക്ക് വൈദ്യുത വിശ്ലേഷണം നേരെ നമുക്ക് ആർക്ക് കൊടുക്കാം? റിയാക്ടിവിറ്റി കൂടിയ സോഡിയത്തിന് കൊടുക്കാം. കോക്ക് ഉപയോഗിച്ച് നിരോക്സീകരണം നടത്തുന്ന, റിഡക്ഷൻ നടത്തുന്ന മെറ്റലിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? സിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് നിയന്ത്രിതമായി ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ലോഹമാണ് മെർക്കുറി എന്ന് കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നമ്മളിൽ പല ആളുകളും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സോ മെർക്കുറിയുടെ ഓക്സൈഡിൽ നിന്ന് മെർക്കുറിയെ കിട്ടാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ അത് മെർക്കുറി സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. ഓക്കെ, ദെൻ ഇനി നോക്കാം. സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ആരാണ്? സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുക റിയാക്ടിവിറ്റി കുറഞ്ഞ, ക്രിയാശീലം കുറഞ്ഞ ആളുകൾ. സ്വതന്ത്രാവസ്ഥയിൽ, നേറ്റീവ് സ്റ്റേറ്റിൽ, ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ആളുകളാണ് ആര്? സിൽവർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഓറുകൾ അഥവാ അയിരുകളും ദെൻ അപ്പുറത്ത് തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ദെൻ അതിൻ്റെ കെമിക്കൽ ഫോർമുലയും തമ്മിൽ മാച്ച് ചെയ്യണം. നോക്കാം. ഹേമറ്റേറ്റ് എന്ന് പറയുന്ന ഇരുമ്പിൻ്റെ അയിരിൻ്റെ ദെൻ കെമിക്കൽ ഫോർമുലയാണ് Fe2O3. ഓക്കെ, കലാമിൻ എന്ന് പറയുന്ന സിങ്കിൻ്റെ അയിരാണ് ZnCO3. കാസിറ്ററൈറ്റ് അല്ലെങ്കിൽ ടിൻ സ്റ്റോൺ എന്ന് പറയുന്ന ടിന്നിൻ്റെ അയിരിൻ്റെ രാസസൂത്രമാണ് SnO2. ക്രയോലൈറ്റ് എന്ന് പറയുന്നത് ഒരു അയിരല്ല, ഒരു ഓറല്ല, അത് അലൂമിനിയത്തിൻ്റെ ധാതു അഥവാ മിനറലാണ് Na3AlF6. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. ഇത് അലൂമിനിയത്തിൻ്റെ ഒരു ധാതു അഥവാ മിനറലാണ്. ഓക്കെ, നോക്കുക. അടുത്ത ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. വീണ്ടും നമുക്ക് കുറച്ച് അയിരുകളും അതുപോലെ തന്നെ അതിൻ്റെ കെമിക്കൽ ഫോർമുലയും തന്നിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റ് ടിൻ സ്റ്റോൺ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ടിൻ സ്റ്റോൺ ടിന്നാണ്. സോ SnO2. മാഗ്നറ്റൈറ്റ് നമുക്കറിയാം Fe3O4. ഹാമറ്റൈറ്റ് നമ്മൾ നേരത്തെ ചെയ്തത് Fe2O3 ആണ്. സോ മാഗ്നറ്റൈറ്റ് ഇരുമ്പിൻ്റെ അയിരായ മാഗ്നറ്റൈറ്റ് Fe3O4. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് Al2O3 2H2O എന്ന് പറയും. ദെൻ കുപ്രൈറ്റ് Cu2O. കോപ്പറിൻ്റെ 3 അയിരുകളുണ്ട്. കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻസ്, പിന്നെ കുപ്രൈറ്റ്. ഓക്കെ, സോ കുപ്രൈറ്റിന്റെ കെമിക്കൽ ഫോർമുല Cu2O. അടുത്ത ചോദ്യം നോക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് നോക്കാം. അയിരുകളുടെ സാന്ദ്രണം അഥവാ ഓറിന്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഒന്ന് വായിച്ചു നോക്കുക. ഫസ്റ്റ്, കാന്തിക സ്വഭാവമുള്ള അയിരോ ഗാങ്ങോ സാന്ദ്രണം ചെയ്യുന്ന മാർഗമാണ് കാന്തിക വിഭജനം. ഓറിനോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ഗ്യാങ്ങിനോ മാഗ്നറ്റിക് നേച്ചർ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കാന്തിക വിഭജനം എന്ന് പറയുന്ന ഈ പ്രസ്താവന, സ്റ്റേറ്റ്മെന്റ് ഒന്ന് വളരെ കറക്റ്റാണ്, തെറ്റൊന്നുമില്ല. ടിന്നിൻ്റെ ഒരു ഓറാണ്. നോക്കി, ടിന്നിൻ്റെ ഒരു ഓറാണ് ടിൻ സ്റ്റോൺ. അതിൻ്റെ അയൺ ടങ്സ്റ്റേറ്റിൽ നിന്ന് സാന്ദ്രണം ചെയ്യുന്നത് കാന്തിക വേർതിരിക്കൽ അഥവാ മാഗ്നറ്റിക് സെപ്പറേഷൻ വഴിയാണ് എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ പ്രസ്താവനയും എന്താണ്? ശരിയാണ്. ടിന്നിൻ്റെ ഓറായിട്ടുള്ള ടിൻ സ്റ്റോണിനെയും അയണിൻ്റെ ഓറായിട്ടുള്ള മാഗ്നറ്റൈറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന, കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ അഥവാ കാന്തിക വേർതിരിക്കൽ. ഓക്കെ, മൂന്നാമത്തെ പ്രസ്താവന നോക്കാം. ടിന്നിൻ്റെ അയിരായ ടിൻ സ്റ്റോണിന് കാന്തിക സ്വഭാവം ഇല്ല. ഓക്കെ, ടിന്നിൻ്റെ അയിരിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്യാങ് ഉണ്ട്, അതാണ് അയൺ ടങ്സ്റ്റേറ്റ്. അതിന് കാന്തിക സ്വഭാവമുണ്ട്. ടിന്നിൻ്റെ അയിരായ ടിൻ സ്റ്റോണിന് എന്തില്ല? കാന്തിക സ്വഭാവം ഇല്ല. അതുകൊണ്ട് ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏത് തിരഞ്ഞെടുക്കുക? 3 പ്രസ്താവനയും ശരിയാണ്. സോ പ്രസ്താവന 1, 2, 3 ശരിയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. റെഡി? ഓക്കെ, ഇനി നേരെ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. കോമ്പൗണ്ട്സ് ഓഫ് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആർ മോർ സ്റ്റേബിൾ. ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ സംയുക്തങ്ങൾ ഉണ്ടാക്കിയാൽ അതിന് സ്ഥിരത കൂടുതലായിരിക്കും. നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കിയാൽ അത് നല്ല സ്റ്റേബിൾ കോമ്പൗണ്ട്, സ്ഥിരതയുള്ള കോമ്പൗണ്ട് ആയിരിക്കും എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്
താരതമ്യേന നോക്കി, താരതമ്യേന മിതമായ ഒരു മീഡിയം ക്രിയാശീലം റിയാക്ടിവിറ്റി ഉള്ള ആളുകൾ സ്ഥിരതയുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. അതും ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ലെസ് റിയാക്റ്റീവ്, റിയാക്ടിവിറ്റി കുറഞ്ഞ ആളുകൾ ഉണ്ടാക്കുന്നതിന് സ്ഥിരതയും എന്തായിരിക്കും, സ്റ്റെബിലിറ്റിയും എന്തായിരിക്കും, കുറവായിരിക്കും. സോ അതും ശരിയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം 3ഉം കറക്റ്റാണ്. സോ പ്രസ്താവന 1, 2, 3 കറക്റ്റാണ്. 3ഉം കറക്റ്റാണ് എന്നാണ് ആൻസർ കിട്ടുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ഒരു ലോഹം തന്നെ പലതരം ധാതുക്കളായി പ്രകൃതിയിൽ കാണപ്പെടാം. ഒരു ലോഹത്തിന് തന്നെ നോക്കി, ഒരു മെറ്റലിന് തന്നെ ഡിഫറൻറ്റ് മിനറൽസ് ഉണ്ടാവും. സ്വാഭാവികമാണ്, ഒരുപാട് മിനറൽസ് ഉണ്ടാവും. അലൂമിനിയത്തിൻ്റെ 3 മിനറലാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ് അഥവാ ക്ലേ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് കിട്ടി, ശരിയാണെന്ന് കിട്ടി. രണ്ടാമത്തത്, ഒരു ലോഹത്തിൻ്റെ എല്ലാ ധാതുക്കളും ആ ലോഹത്തിൻ്റെ അയിരായിരിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓൾ മിനറൽസ് ആർ ഓർ. ഇത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന എന്താണ്, തെറ്റാണ്. അലൂമിനിയത്തിൻ്റെ മിനറൽ ധാതുക്കളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. പക്ഷേ ഇവരെല്ലാവരും അലൂമിനിയത്തിൻ്റെ അയിരല്ല. അയിര് ആര് മാത്രമാണ്, ബോക്സൈറ്റ്. അപ്പോൾ എല്ലാ മിനറലും എന്താകൂല, ഓറാകൂല. എന്നാൽ തിരിച്ചു നോക്കി, ഒരു ലോഹത്തിൻ്റെ അയിരാണെങ്കിൽ അത് അതിൻ്റെ എന്തു കൂടിയായിരിക്കും, ധാതു കൂടിയായിരിക്കും, ധാതുക്കളും കൂടിയായിരിക്കും. അപ്പോൾ അയിരുകളെല്ലാം എന്തു കൂടിയായിരിക്കും, ധാതുക്കളും കൂടിയായിരിക്കും. അപ്പോൾ ഈ പ്രസ്താവന എന്താണ്, ശരിയാണ്. അപ്പോൾ എല്ലാ ധാതുക്കളും എന്തല്ല, അയിരല്ല. എന്നാൽ അയിരാണെങ്കിൽ അത് നിർബന്ധമായും എന്തായിരിക്കും, ധാതുവായിരിക്കും. അപ്പോൾ ഇവിടെ പ്രസ്താവന 1 ശരിയാണ്, 2 തെറ്റാണ്, 3 ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്, അഥവാ 2 എന്താണ്, തെറ്റാണ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അവിടെ കറക്റ്റായിട്ട് വരിക. ഓക്കെ, ഇനി ഓറിനെ നമുക്ക് എർത്ത് കസ്റ്റിൽ നിന്ന് ഒരു ഓറ് കിട്ടിയാൽ അതിൽ ഒരുപാട് ഗ്യാങ് ഉണ്ടാവും. ആ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡിനാണ് നമ്മൾ കോൺസെൻട്രേഷൻ അഥവാ അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത്. അയിരിനെ സാന്ദ്രണം ചെയ്യാൻ 4 മെത്തേഡുകൾ: ജലപ്രവാഹത്തിൽ കഴുകുക, ലെവിഗേഷൻ, പിന്നെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, പ്ലവന പ്രക്രിയ, കാന്തിക വെർട്ടിക്കൽ മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ്. 4 പ്രക്രിയകൾ പഠിച്ചൊരു ഭാഗവുമായിട്ടുള്ള ചോദ്യമാണ്. നോക്കാം. സൾഫൈഡ് അയിരുകളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ്. സൾഫൈഡ് അയിരുകളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേര് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. എന്താണ് പേര്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന പ്രക്രിയ എന്ന് പറയും. പ്ലവന പ്രക്രിയ. ഓക്കെ, അപ്പോൾ സൾഫൈഡ് അയിരുകളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേര് പ്ലവന പ്രക്രിയ. എന്തുകൊണ്ടാണ് ഈ മാർഗം തിരഞ്ഞെടുത്തത്? അതിൻ്റെ കാരണം എഴുതി വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മളെ കയ്യിലുള്ള ഓറുണ്ട്, അതിലെന്തുണ്ട്? ഗ്യാങ് ഉണ്ട്. ഓക്കെ, അയിര്, ഓറെന്ന് പറഞ്ഞാൽ അയിര് കേട്ടോ. ഈ ഗ്യാങ്ങിന് ശ്രദ്ധിക്കുക, ഈ ഗ്യാങ്ങിന് ഡെൻസിറ്റി എന്തായിരിക്കും? കൂടുതലും. ദെൻ ഓറിന് ഡെൻസിറ്റി എന്തായിരിക്കും? കുറവുമായിരിക്കും. ഗ്യാങ്ങിന് ഡെൻസിറ്റി കൂടുതലും, ഓറിന് ഡെൻസിറ്റി, അയിരിന് സാന്ദ്രത കുറവും, ഗ്യാങ്ങിന് സാന്ദ്രത കൂടുതലും ആകുമ്പോഴാണ് നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുക? പ്ലവന പ്രക്രിയ എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നേരെ തിരിച്ച് അയിരിനാണ് സാന്ദ്രത കൂടുതൽ എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലവന പ്രക്രിയ ഉപയോഗിക്കാൻ പാടില്ല. അവിടെ ജലപ്രവാഹത്തിൽ കഴുകുക അല്ലെങ്കിൽ ലെവിഗേഷനാണ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. സോ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇരുമ്പിൻ്റെ നിർമ്മാണം പ്രധാനമായും നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ബ്ലാസ്റ്റ് ഫർണസിലാണ്. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന ഒരു വസ്തുവാണ് എന്തെന്ന് പറയുന്നത്? ചാർജ്. ഈ ചാർജിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ ഏതെല്ലാം? ചാർജിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇരുമ്പിൻ്റെ അയിര്, അത് നിർബന്ധമാണ്. കോൺസെൻട്രേഷൻ ചെയ്ത അയിര്, പ്രധാനമായിട്ടും ഹാമറ്റേറ്റ് കേട്ടോ. അപ്പോൾ Fe2O3 ഹാമറ്റേറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ ഇടുക ലൈംസ്റ്റോൺ കേട്ടോ. ലൈംസ്റ്റോണ് പിന്നെ CaCO3 കേട്ടോ. CaCO3 ചുണ്ണാമ്പ് കല്ല് എന്ന് പറയും. ഓക്കെ, ലൈംസ്റ്റോൺ അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ല്. ഓക്കെ, സോ മൂന്നാമത് നമ്മൾ എഴുതേണ്ടത് ശ്രദ്ധിക്കുക, കോക്ക്. ആരാണ്? കോക്ക്. ഓക്കെ, കോക്ക് മീൻസ് കാർബൺ കേട്ടോ. ഓക്കെ, അപ്പോൾ ഹാമറ്റേറ്റ് വേണം, ലൈംസ്റ്റോണ്, CaCO3 അഥവാ ചുണ്ണാമ്പ് കല്ല്, പിന്നെ കോക്ക്. ഇത് മൂന്നും മിക്സ് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ചാർജ് എന്ന് പറയാം. എന്ത് പറയാ? ചാർജ് എന്ന് പറയാം. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ നെയിം ഗിവൺ ടു പാർട്ട് വേർ ദ ചാർജ്. ഏത് ബ്ലാസ്റ്റ് ഫർണസിന്റെ ഏത് ഭാഗത്തിലൂടെയാണ് ചാർജിനെ നമ്മളിങ്ങനെ ബ്ലാസ്റ്റ് ഫർണസിന്റെ താഴേക്ക് ഇടുന്ന ആ ഒരു ഭാഗത്തിനെ പറയുന്ന പേര് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. കപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെന്റ്. ഒരു കപ്പ് ആൻഡ് കോൺ സംവിധാനത്തിലൂടെയാണ് ചാർജ് ഇങ്ങനെ ബ്ലാസ്റ്റ് ഫർണസിന് താഴേക്ക് വരുന്നത് എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇരുമ്പിന്റെ നിർമ്മാണത്തിൽ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നമ്മൾ കൃത്യമായിട്ട് ഇടേണ്ട 3 സാധനങ്ങൾ പഠിച്ചു വെക്കുക. ഒന്ന് ഹാമറ്റേറ്റ്, ഒന്ന് ചുണ്ണാമ്പ് കല്ല്, ഒന്ന് കോക്ക്.
ആ മൂന്നെണ്ണത്തിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? ചാർജ്. അതൊരു കപ്പ് ആൻഡ് കോൺ സംവിധാനത്തിലൂടെ നമ്മൾ താഴേക്കിടും. അങ്ങനെ ആ ചുണ്ണാമ്പ് കല്ല് കാൽസ്യം ഓക്സൈഡ് ആയിട്ട് ഫ്ലക്സ് ആയിട്ട് അത് സിലിക്കയെ നീക്കം ചെയ്യുമെന്നും കോക്ക് പിന്നെ കാർബൺ മോണോക്സൈഡ് ആയിട്ട് അത് ഹാമറ്റേറ്റിൽ നിന്ന് ഇരുമ്പിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും എന്നുള്ള ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഉള്ളിലെ പ്രോസസ്സുകൾ നമ്മൾ അടുത്ത ചോദ്യങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോക്കാം. അടുത്തത് അലോയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കാം. സിങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു അലോയ് ഏതാണ്? സിങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു അലോയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? ബ്രാസ് എന്ന് പറയുന്നത്. ഏതാണ്? ബ്രാസ്. അഥവാ മലയാളത്തിൽ നമുക്കതിനെ പിച്ചള എന്ന് പറയും ട്ടോ. ബ്രാസ് അല്ലെങ്കിൽ പിച്ചള. ഓക്കെ. സാന്ദ്രീകരിച്ച സിങ്ക് അയിരിനെ സിങ്കിന്റെ ഓക്സൈഡ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന 2 പ്രക്രിയകളാണുള്ളത്. സിങ്കിന്റെ അയിര്, ഓക്കെ, 2 ഉണ്ട്. സിങ്കിന്റെ അയിരാണ് ഒന്ന് ZnS, സിങ്ക് ബ്ലെൻഡ്, പിന്നെ ഒന്ന് കലാമിന് ZnCO3. ഓക്കെ. ഇതിനെ രണ്ടിനെയും നമുക്ക് എന്താക്കി മാറ്റണം? സിങ്കിന്റെ ഓക്സൈഡ് ആക്കി മാറ്റണം. അതിന് 2 മെത്തേഡുകളാണ് ഉപയോഗിക്കുക. ഒന്ന് നമ്മൾ കാൽസിനേഷൻ ഉപയോഗിക്കും. ഏതാണ്? കാൽസിനേഷന്. രണ്ടാമത്തത് സൾഫൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? റോസ്റ്റിംഗ് ഉപയോഗിക്കും. അപ്പോൾ സിങ്കിന്റെ അയിരിനെ സിങ്കിന്റെ ഓക്സൈഡ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകളുടെ പേരാണ് കാൽസിനേഷനും റോസ്റ്റിങ്ങും. ഏതാണ്? കാൽസിനേഷനും റോസ്റ്റിങ്ങും. ഓക്കെ. സിങ്കിന്റെ സൾഫൈഡ് ആണെങ്കിൽ നമ്മൾ അതിനെ റോസ്റ്റിങ്ങും, സിങ്കിന്റെ കാർബണേറ്റ് ആണെങ്കിൽ കലാമിനാണെങ്കിൽ നമ്മൾ അതിനെ കാൽസിനേഷൻ വഴി സിങ്കിന്റെ ഓക്സൈഡുകളാക്കി മാറ്റുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്റ്റീൽ ഈസ് എൻ ഇമ്പോർട്ടൻ്റ് അലോയ് ഓഫ് അയൺ. എന്താണ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ? സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അയണിലേക്ക് കാർബൺ മിക്സ് ചെയ്ത് ഇതിനാണ് സ്റ്റീൽ എന്ന് പറയാം. 0.05 മുതൽ 1.5% വരെ കാർബൺ മിക്സ് ചെയ്ത ഇരുമ്പിനാണ് നമ്മൾ എന്ത് പറയാം? സ്റ്റീൽ എന്ന് പറയാം. ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന് പേരിൽ അറിയപ്പെടുന്ന സങ്കര സ്റ്റീൽ ഏതാണ്? ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്നറിയപ്പെടുന്നത് ആരാ? സിലിക്കൺ സ്റ്റീലാണ്. ആരാണ്? സിലിക്കൺ സ്റ്റീൽ. ഓക്കെ. റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സങ്കര സ്റ്റീലിൻ്റെ പേര് മാംഗനീസ് സ്റ്റീലാണ് കേട്ടോ. എന്താണ് പേര്? മാംഗനീസ് സ്റ്റീൽ. ഇനി ഒരു സ്റ്റീലും കൂടിയുള്ളൂ നമുക്ക് പഠിക്കാനുള്ള. സ്റ്റെയിൻലെസ് സ്റ്റീൽ റെസിസ്റ്റ് കൊറോഷൻ, ലോഹനാശനത്തിനെ തടയുന്ന ഒരു സ്റ്റീലാണ് ഇതെന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ. പിന്നെ സിലിക്കൺ സ്റ്റീൽ ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്നറിയപ്പെടുന്നു. നമ്മളെ ജനറേറ്റർ, ട്രാൻസ്ഫോമർ ഇതിൻ്റെ ഉള്ളിലെ കോറായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് സിലിക്കൺ സ്റ്റീൽ. പിന്നെ മാംഗനീസ് സ്റ്റീലാണ് അടുത്തത്. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ ഭാഗം വരുന്ന ആ ഒരു ടേബിൾ, സ്റ്റീലിൻ്റെ പേര്, അതിലടങ്ങിയിരിക്കുന്ന എലമെൻറ്റുകൾ ഏതൊക്കെയാണ്, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, അത് എവിടേക്കാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ ആ അലോയ് സ്റ്റീൽ എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ നിന്നുള്ള ചോദ്യമാണ് ചെയ്തത്. അടുത്ത ഒരു ചോദ്യം നോക്കാം. അയിരിൻ്റെ കോൺസെൻട്രേഷന് നമ്മൾ ഒരുപാട് മെത്തേഡുകൾ ഉപയോഗിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു. നേരത്തെ സൾഫൈഡ് ഓറുകളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന പ്രക്രിയ എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ചോദ്യം ഓക്സൈഡ് ഓറിനെ സാന്ദ്രീകരിക്കുന്ന രീതി ഏതാണ്? ഓക്സൈഡ് ഓറിനെ സാന്ദ്രീകരിക്കുന്ന രീതി ലെവിഗേഷൻ. എന്താണ്? ലെവിഗേഷൻ. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹൈഡ്രോളിക് വാഷിംഗ്. ഓക്കെ. അപ്പോൾ മലയാളത്തിൽ നമ്മൾ അതിനെന്ത് പറയും? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക. ഓക്കെ. ഈ മാർഗം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? നമ്മളടുത്ത് ഒരു ഓറുണ്ട്, ഒരു അയിരുണ്ട്. ഓക്കെ. ആ അയിരിന് സാന്ദ്രത അഥവാ ഡെൻസിറ്റി എന്താണ്? കൂടുതലാണ്. അയിരിന് സാന്ദ്രത കൂടുതലും അപ്പോൾ ഗ്യാങ്ങിന് സാന്ദ്രത എന്താണ്? കുറവുമാണ്. നേരെ തിരിച്ചാണെങ്കിൽ ഗ്യാങ്ങിന് സാന്ദ്രത കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞ പ്രക്രിയയുടെ പേരാണെന്ത്? പ്ലവന പ്രക്രിയ അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നോക്കി. ഒന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കുക. അയിരിനെ ചൂടുള്ള NaOH ലായനിയുമായി പ്രവർത്തിക്കുന്നു. നമ്മളെ കയ്യിലൊരു അയിരുണ്ട്, ഏതാന്ന് പറഞ്ഞിട്ടില്ല. അതിനെ നമ്മൾ ചൂടുള്ള NaOH ലായനി ഒഴിക്കുന്നു. അങ്ങനെ നിരോക്സീകാരിയായി നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കുന്നു? വൈദ്യുതി ഉപയോഗിക്കുന്നു. ഏത് ലോഹത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഏതായിരിക്കും? പെട്ടെന്നൊന്ന് പറയും. ഏതാണ്? NaOH ഒഴിച്ച് സാന്ദ്രീകരിച്ചിട്ട് അതിനെ നമ്മൾ ബോക്സൈറ്റ് ആണ് നമ്മളായി കേട്ടോ. ബോക്സൈറ്റിനെ ലീച്ചിങ് നടത്താൻ വേണ്ടി NaOH ഒഴിച്ച് അങ്ങനെ ആ ബോക്സൈറ്റിനെ നമ്മൾ അലൂമിന ആക്കി മാറ്റി അതിനെ ഇലക്ട്രോളിസിസ് നടത്തി കാഥോഡിൽ നമുക്ക് അലൂമിനിയം കിട്ടുന്ന പ്രോസസ്സ്. അപ്പോൾ ഏത് ലോഹത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? അലൂമിനിയം എന്ന് പറയുന്ന ലോഹം. ഓക്കെ. ഈ ലോഹത്തിന്റെ നിർമ്മാണ വേളയിൽ ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്ന മിശ്രിതം ഏത്? ഓക്കെ. ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്ന മിശ്രിതത്തിന്റെ പേര് നോക്കി. ഒന്ന്, രണ്ടാളും മിക്സ് ചെയ്യണം കേട്ടോ. അലൂമിന മാത്രം എഴുതിയാൽ പോരാ. അലൂമിന പ്ലസ് ഉരുകിയ ക്രയോലൈറ്റ്. ആരാണ്? അലൂമിന പ്ലസ് ഉരുകിയ ക്രയോലൈറ്റ്. അപ്പോൾ അലൂമിനയെ വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ ശരിക്കും അലൂമിന മാത്രം എടുത്താൽ മതി. പക്ഷേ എന്തിനാണ് ഉരുകിയ ക്രയോലൈറ്റിനെ ചേർത്തത് എന്ന് ചോദിച്ചാൽ എഴുതണം. അലൂമിനയുടെ ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിന്റ് കുറക്കാനും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വൈദ്യുത ചാലകത എന്ത് ചെയ്യാനും വർദ്ധിപ്പിക്കാനുമാണ് ഈ ഉരുകിയ ക്രയോലൈറ്റിനെ അതിൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടുള്ളത്? ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം ഇതാ. കാഥോഡിൽ എന്താ നടക്കുക? റിഡക്ഷൻ. കാഥോഡിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. അപ്പം
നെഗറ്റീവിലേക്ക് പോകുന്ന ആളെ ചാർജ് എന്താ? പോസിറ്റീവ്. അപ്പോൾ അലൂമിനിയയിലെ പോസിറ്റീവ് ചാർജുള്ള Al3+ 3 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് എന്തായി മാറും? Al ആയിട്ട് മാറും. ഇതാണ് കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം. റെഡിയാണോ? അപ്പോൾ അലൂമിനിയയുടെ വൈദ്യുത വിശ്ലേഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അലൂമിനിയത്തിൻ്റെ നിർമ്മാണം, ഹാൾ ഹെറാൾട്ട് പ്രോസസ്സ് എന്ന് പറയുന്ന അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അയിരിൻ്റെ പേരാണെന്ത്? ബോക്സൈറ്റ്. ഈ അയിരിനെ കോൺസെൻട്രേഷൻ ചെയ്യാൻ, സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗമാണെന്ത്? ലീച്ചിങ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സൊല്യൂഷനാണ് ലായനി, അതാണ് NaOH. ആ ലായനി ഒഴിച്ചിട്ട് നമ്മൾ സോഡിയം അലൂമിനേറ്റ് ആക്കി, പിന്നെ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആക്കി, ലാസ്റ്റ് നമുക്ക് അലൂമിനിയത്തിൻ്റെ ഓക്സൈഡ് അഥവാ അലൂമിന കിട്ടും. ദെൻ ആ അലൂമിനയെ വൈദ്യുതി ഉപയോഗിച്ച് നിരോക്സീകരിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു? അലൂമിന ഉണ്ടാക്കുന്നു. അപ്പോൾ ഇലക്ട്രോലൈറ്റ് വേണം, ആനോഡ് വേണം, കാഥോഡ് വേണം. ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ എന്തെടുക്കുന്നു? അലൂമിന പ്ലസ് ഉരുകിയ ക്രയോലൈറ്റിന് എടുക്കുന്നു. എന്തിനാണ് ഉരുകിയ ക്രയോലൈറ്റ്? ദ്രവണാങ്കം കുറക്കാൻ, വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കാൻ. ഓക്കെ, ആനോഡിൽ നടക്കുന്നതും കാഥോഡിൽ നടക്കുന്നതിൻ്റെ ഒക്കെ സമവാക്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കാം. ഇരുമ്പിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നോക്കി. ഇരുമ്പിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന സമവാക്യങ്ങളാണ് തന്നിരിക്കുന്നത്. നോക്കാം, ഇരുമ്പിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന സമവാക്യങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ഓക്കെ, നോക്കാം. റെഡി. സോ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ലൈംസ്റ്റോൺ ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്? എന്താണ് ലൈംസ്റ്റോണിന് ബ്ലാസ്റ്റ് ഫർണസിലെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ലൈംസ്റ്റോൺ ആരാതിൽ? ലൈംസ്റ്റോൺ നോക്കി, ഇതാണ് ലൈംസ്റ്റോൺ. ഇതാ ഈ ലൈംസ്റ്റോൺ നോക്കി, ഈ ലൈംസ്റ്റോൺ ആദ്യം എന്തായി മാറി? CaO ആയിട്ട് മാറി. എന്തായി മാറി? CaO. എന്നിട്ട് നോക്കി, ആ CaO ബ്ലാസ്റ്റ് ഫർണസിലെ ഹേമറ്റൈറ്റിലുള്ള സിലിക്കയുമായി റിയാക്ട് ചെയ്ത് സ്ലാഗായി ആ സിലിക്കനെ റിമൂവ് ചെയ്തു. അപ്പോൾ എന്താ ലൈംസ്റ്റോണിൻ്റെ ഫംഗ്ഷൻ? ഈ ലൈംസ്റ്റോൺ നോക്കിയിട്ട് ആദ്യം ഈ ലൈംസ്റ്റോൺ എന്തായി മാറുന്നു? CaO ആയി മാറുന്നു. അത് ബ്ലാസ്റ്റ് ഫർണസിനുള്ളിൽ എന്തായി പ്രവർത്തിക്കുന്നു? ഫ്ലക്സായി പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? SiO2 എന്ന് പറയുന്ന ഗ്യാങ്ങിനെ എന്ത് ചെയ്യാൻ? റിമൂവ് ചെയ്യാൻ. ഓക്കെ, അതിനെ റിമൂവ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഇരുമ്പയിരിൻ്റെ നിരോക്സീകരണവുമായി ബന്ധപ്പെട്ട സമവാക്യം ഇതിലേതാ? ഇരുമ്പിൻ്റെ അയിരിൻ്റെ നിരോക്സീകരണവുമായി ബന്ധപ്പെട്ട സമവാക്യമാണിതാ ഈ സമവാക്യം. Fe2O3 നിരോക്സീകരിക്കാൻ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് അതിന് നമുക്ക് ഇരുമ്പ് കിട്ടി, കൂടെ കാർബൺ ഓക്സൈഡും കിട്ടുന്ന ഈ ഇക്വേഷനാണ് അതിൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ B ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. റെഡി. ഇനി ഇരുമ്പയിരിനെ നിരോക്സീകരിക്കുന്ന സംയുക്തമേത്? കാർബൺ മോണോക്സൈഡ്. ഇത് അവിടെ ഉണ്ട്, കാർബൺ മോണോക്സൈഡ്. ഓക്കെ, അതെങ്ങനെ ഉണ്ടായി? ദ ഫസ്റ്റ് കാർബൺ എന്തായി? ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡായി. സെക്കൻഡ് എന്തായി? ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കാർബണുമായി പ്രവർത്തിച്ച് എന്തായി? കാർബൺ മോണോക്സൈഡായി. ഇങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്. ആ ഇക്വേഷനും ഇവിടെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ എടുത്ത് എഴുതേണ്ട ആവശ്യമുള്ളൂ. ചിലപ്പോൾ അത് എടുത്ത് എഴുതാൻ തരില്ല, നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിരിക്കണം. അപ്പോൾ ആദ്യം ചുണ്ണാമ്പ് കല്ല് നോക്കി, ചുണ്ണാമ്പ് കല്ല് CaO ആയി. ആ CaO SiO2മായി റിയാക്ട് ചെയ്ത് CaSiO3 ആയിട്ട് അതിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് പഠിച്ചു വെക്കുക. പിന്നെ കാർബൺ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും, ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കാർബണുമായി പ്രവർത്തിച്ച് കാർബൺ മോണോക്സൈഡും, ആ കാർബൺ മോണോക്സൈഡ് ഹേമറ്റേറ്റിൽ നിന്ന് ഇരുമ്പിനുണ്ടാക്കുന്ന ഈ റിയാക്ഷൻ. അങ്ങനെ 3 റിയാക്ഷനും 5 റിയാക്ഷൻ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഉള്ളിൽ പഠിച്ചു വെക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഉള്ളിലേക്ക് ഇടേണ്ട 3 ആളുകൾ ചാർജ് എന്ന് പറയുന്ന ഹേമറ്റൈറ്റ്, ലൈംസ്റ്റോൺ, കോക്ക്. അതിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ 5 രാസപ്രവർത്തനങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കോപ്പറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. നോക്കി, Cu2O എന്ന് പറഞ്ഞാൽ കോപ്പറിൻ്റെ ഓക്സൈഡ് കോപ്പറിൻ്റെ സൾഫൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? കോപ്പർ കിട്ടും. എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ നിർമ്മാണത്തിൽ ഇരുമ്പിൻ്റെ ഓക്സൈഡിൽ നിന്ന് ഇരുമ്പിനെ കിട്ടാൻ നമ്മൾ കാർബൺ മോണോക്സൈഡിനെ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഉപയോഗിച്ചു. സിങ്കിൽ നമ്മൾ കോക്കിനെ നിരോക്സീകാരിയായിട്ട് ഉപയോഗിച്ചു. അലൂമിനിയത്തിൽ വൈദ്യുതിയെ നമ്മൾ നിരോക്സീകാരിയായിട്ട് ഉപയോഗിച്ചു. പക്ഷേ കോപ്പറിൻ്റെ നിർമ്മാണത്തിൽ റെഡ്യൂസിങ് ഏജൻറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. നിരോക്സീകാരി ഉപയോഗിക്കുന്നേ ഇല്ല. എന്തുകൊണ്ട്? എന്താ കാരണം പറയേണ്ടത് നോക്കി. ഇവിടെ കോപ്പറിൻ്റെ ഓക്സൈഡ് എന്തുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്? കോപ്പറിൻ്റെ സൾഫൈഡ് കുപ്രസ് സൾഫൈഡുമായിട്ട് ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്തിട്ട് നമുക്കിവിടെ എന്ത് കിട്ടുന്നുണ്ട്? കോപ്പർ കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ നിരോക്സീകാരി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അവിടെ ഉണ്ടായ കുപ്രസ് ഓക്സൈഡ് അവിടെയുള്ള കുപ്രസ് സൾഫൈഡുമായിട്ട് തന്നെ റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഈ കോപ്പർ കിട്ടും. അപ്പോൾ ഇതിന് ആൻസർ ചെയ്തേണ്ടത് തന്നെയാണ് കേട്ടോ. കോപ്പറിൻ്റെ ഓക്സൈഡ് കോപ്പറിൻ്റെ സൾഫൈഡുമായി റിയാക്ട് ചെയ്ത് കോപ്പർ കിട്ടുന്നത് കൊണ്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇനി എന്താണ് ബ്ലിസ്റ്റർ കോപ്പർ നോക്കാം. ഇങ്ങനെ നമുക്കൊരു കോപ്പർ കിട്ടി. നോക്കിട്ടോ, ഇങ്ങനെ കോപ്പർ കിട്ടി. ഇത് ഉരുകിയ അവസ്ഥയിലേക്കാണ്. അപ്പോൾ ഞാൻ അതിനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അച്ചിലേക്ക് ഇതിങ്ങനെ ഒഴിക്കും.
അങ്ങനെ അച്ചിലേക്ക് വയ്ക്കുമ്പോൾ നോക്കി ഈ കോപ്പറിൻ്റെ ഒപ്പം ഉണ്ടാകുന്ന മറ്റൊരു ഗ്യാസാണ് SO2 ഗ്യാസ്. അപ്പോൾ ഇതിങ്ങനെ തണുക്കുമ്പോൾ ഇവിടുന്ന് SO2 ഗ്യാസ് ഇങ്ങനെ റിലീസാവും. എന്ത് റിലീസാവും? SO2 ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് റിലീസാവും. അപ്പോൾ ആ SO2 ഗ്യാസ് ഇങ്ങനെ റിലീസാവുന്ന ഭാഗത്ത് ഇങ്ങനെ കുറേ കുമിളകൾ, ബബിൾസ് ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഈ കോപ്പറിനെ ഇങ്ങനെ കട്ടകളാക്കി ഇങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മളെ കിട്ടിയ കോപ്പറിൻ്റെ കട്ടൻ്റെ മുകളിൽ ഫുള്ള്, ചെമ്പ് കട്ടകളുടെ മുകളിൽ ഫുൾ ഉപരിതലങ്ങളിൽ മുഴുവൻ ഒരുപാട് കുമിളകൾ, ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? ബ്ലിസ്റ്റർ കോപ്പർ. എന്ത് വിളിക്കുന്നത്? ബ്ലിസ്റ്റർ കോപ്പർ. വൈ ഇറ്റ് ഈസ് കാൾഡ് സോ? എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ അത് വിളിക്കാനുള്ള കാരണം അവിടെ SO2 ഗ്യാസ് റിലീസ് ചെയ്തിട്ട് അവിടെ കുമിളകൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ബ്ലിസ്റ്റർ കോപ്പർ എന്ന് വിളിക്കുന്നത്. നോക്കാം. ക്രിയാശീലം കുറഞ്ഞൊരു ലോഹമാണ് കോപ്പർ, റിയാക്ടിവിറ്റി കുറവാണ്. എന്നിട്ടും കോപ്പറിൻ്റെ ശുദ്ധീകരണത്തിന് വൈദ്യുത വിശ്ലേഷണ ഉപയോഗിക്കാനുള്ള കാരണം എന്തിനാ വെച്ചാൽ കോപ്പറിലൂടെ നമ്മൾ വൈദ്യുതി കടത്തി വിടാറുണ്ട് അല്ലേ. നമ്മളെ വീട്ടിലൊക്കെ വൈദ്യുതി കടന്നു പോകുന്ന കമ്പികൾ കോപ്പറിൻ്റെ കമ്പികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വൈദ്യുതി കടത്തി വിടാനുള്ള കോപ്പർ എന്ന് പറയുന്നത് 99.9% എന്തായിരിക്കണം? ശുദ്ധമായിരിക്കണം. അങ്ങനെ അത്രയും ശുദ്ധമായ കോപ്പർ കിട്ടണ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നതെന്നും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കോപ്പറിൻ്റെ നിർമ്മാണം ജസ്റ്റ് ഒന്ന് പറയാൻ നോക്കിയോളി. കോപ്പറിൻ്റെ പ്രധാനപ്പെട്ട 2 അയിരുകളാണ് കോപ്പർ പൈറൈറ്റ്സും കോപ്പർ ഗ്ലാൻസും. അതിനെ നമ്മളിങ്ങനെ അതിലുള്ള ഗ്യാങ് ഉണ്ട് അയൺ ഓക്സൈഡ്, അതിനെ റിമൂവ് ചെയ്യാൻ സിലിക്ക ആഡ് ചെയ്ത് ആ സിലിക്ക ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കുപ്രസ് സൾഫൈഡ്. പിന്നെ ഈ കുപ്രസ് സൾഫൈഡ് കുപ്രസ് ഓക്സൈഡായി മാറും. എന്നിട്ട് ഈ കുപ്രസ് ഓക്സൈഡ് കുപ്രസ് സൾഫൈഡുമായി റിയാക്ട് ചെയ്ത് കോപ്പറായിട്ട് മാറും. അങ്ങനെ കിട്ടുന്ന കോപ്പർ ഒരു അച്ചിലേക്ക് വയ്ക്കുമ്പോൾ അത് തണുക്കുമ്പോൾ അതിൽ നിന്നും SO2 ഗ്യാസ് റിലീസ് ചെയ്യുമ്പോൾ അവിടെ കുറേ ബബിൾസ് ഉണ്ടാവും, കുമിളകൾ ഉണ്ടാവും. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നു? ബ്ലിസ്റ്റർ കോപ്പർ എന്ന് വിളിക്കുന്നു. എന്നിട്ട് അതിനെ ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. റെഡി? ലോഹനാശനം എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പറയുന്നത്. ഇരുമ്പിൻ്റെ ഒരു ആണിക്ക് മുകളിൽ കോപ്പറിൻ്റെ കമ്പി ചുറ്റിയിരിക്കുന്നു. ശ്രദ്ധിക്കട്ടോ, ഞാനൊരു ഇരുമ്പിൻ്റെ ആണി ജസ്റ്റ് ഒന്ന് വരച്ചില്ല. ഇരുമ്പിൻ്റെ ആണി. ഓക്കെ, അതിൻ്റെ മേലെ കോപ്പറിൻ്റെ കമ്പി ചുറ്റിയിട്ടുണ്ട്. റെഡി? ഓക്കെ, ഒറ്റ മിനിറ്റ്. ഇരുമ്പിൻ്റെ ഒരാണി. ഓക്കെ, ദെൻ അതിന് മുകളിൽ എന്തുണ്ട്? കോപ്പറിൻ്റെ കമ്പി ചുറ്റിയിട്ടുണ്ട്. അടുത്ത ഒരു ഇരുമ്പിൻ്റെ ആണി ശ്രദ്ധിക്കുക. അടുത്ത ഒരു ഇരുമ്പിൻ്റെ ആണി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അടുത്തൊരു ഇരുമ്പിൻ്റെ ആണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും ഇങ്ങനെ മെഗ്നീഷ്യം കമ്പികൾ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും ഇരുമ്പിൻ്റെ ആണിയാണ്. ഇതെന്താണ്? കോപ്പറാണ്. ഇതെന്താണ്? മെഗ്നീഷ്യാണ് കേട്ടോ. ഇത് രണ്ടും എന്താണ്? Fe ആണ്. ഓക്കെ, ഇനി പറയും, ശ്രദ്ധിച്ചോളി. ഏത് സന്ദർഭത്തിലെ ഇരുമ്പാണിയാണ് വേഗത്തിൽ തുരുമ്പിക്കുന്നത്? കോപ്പർ ചുറ്റിയത് പെട്ടെന്ന് തുരുമ്പിടിക്കും. അതിൻ്റെ കാരണം എന്താ? കോപ്പർ ചുറ്റുമ്പോൾ ശ്രദ്ധിച്ചോളി, ഈ കോപ്പറിന് ഇരുമ്പിനേക്കാൾ ക്രിയാശീലം എന്താണ്? കുറവാണ്. ഓക്കെ, അപ്പോൾ ക്രിയാശീലം കുറഞ്ഞ കോപ്പർ കാഥോഡും ഈ അയണ് അവിടെ എന്തായിട്ട് പ്രവർത്തിക്കും? ആനോഡ് ആയിട്ടും പ്രവർത്തിക്കും. ആനോഡായി ഒരു ലോഹം മറ്റൊരു ലോഹവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളി, ഒരു ലോഹം മറ്റൊരു ലോഹവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ആനോഡായി പ്രവർത്തിക്കുന്ന ആൾ എപ്പോഴും നശിച്ചു പോകും. കാഥോഡായി പ്രവർത്തിക്കുന്ന ആൾ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും, സംരക്ഷിക്കപ്പെടും. ഇത് പഠിച്ചിരിക്കണം. ആരാ ആനോഡ്? ക്രിയാശീലം കൂടിയ ആൾ ആനോഡ്, അത് ഡിസ്ട്രോയ് ആവും. ആരാ കാഥോഡ്? ക്രിയാശീലം കുറഞ്ഞ ആൾ കാഥോഡ്, അപ്പോൾ അതെന്ത് ചെയ്യും? സംരക്ഷിക്കപ്പെടും. അപ്പോൾ നോക്കി, ഇവിടെ ഇരുമ്പുണ്ട്, അതിമ കോപ്പർ ഉണ്ട്. അപ്പോൾ ആരാ ക്രിയാശീലം കൂടിയത്? ആനോഡ് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പോൾ അയൺ ഡിസ്ട്രോയ് ആയി പോയി. എന്നാൽ ഇവിടെ അയണുമ്മ ചുറ്റിയെടുത്തത് എന്താ? മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തിന് അയണിനേക്കാൾ റിയാക്ടിവിറ്റി, ക്രിയാശീലം കൂടുതലായതുകൊണ്ട് അപ്പോൾ ഇവിടെ മെഗ്നീഷ്യം ആനോഡായി പ്രവർത്തിക്കും. മെഗ്നീഷ്യം ഡിസ്ട്രോയ് ആവും എന്ന് പറഞ്ഞാൽ അയൺ അവിടെ കാഥോഡേക്കരം. അപ്പോൾ അയൺ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ്, സംരക്ഷിക്കപ്പെടുന്നു. രണ്ടാമത്തെ, ചില സന്ദർഭങ്ങളിൽ ഇരുമ്പാണി സംരക്ഷിക്കപ്പെടുന്നു. ഇത്തരം സംരക്ഷിക്കുന്ന രീതിയുടെ പേരെന്താണ്? ആനോഡ് ഉപയോഗിച്ച് കാഥോഡിനെ സംരക്ഷിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ. എന്താണ് പറയുക? കാഥോഡിക് സംരക്ഷണം എന്ന് പറയട്ടോ. കാഥോഡിക് സംരക്ഷണം. അടുത്ത ചോദ്യം, അലൂമിനിയത്തിൻ്റെ കമ്പി, കോപ്പർ കമ്പികൾ പരസ്പരം കൂട്ടിയോജിച്ച് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത് അനുയോജ്യമല്ല എന്ന് പറയാൻ കാരണം എന്താ? അതന്നെയാണ് ഇപ്പോൾ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കി. ഇത് അലൂമിനിയത്തിൻ്റെ ഒരു കമ്പി. ഓക്കെ, ആദ്യമേ നമ്മൾ എന്ത് ചെയ്യാണ്? കോപ്പറിൻ്റെ ഒരു കമ്പി ഇങ്ങനെ കോട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് അലൂമിനിയാണ്. നോക്കി, ഇത് അലൂമിനിയാണ്. ഇതെന്താണ്? കോപ്പറാണ്. ഓക്കെ, അത് രണ്ടും ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചാൽ നോക്കി, 2 ലോഹങ്ങൾ തമ്മിൽ എന്തിൽ വന്നു? സമ്പർക്കത്തിൽ വന്നു. അപ്പോൾ ക്രിയാശീലം കൂടിയ അലൂമിനിയം എന്തായി പ്രവർത്തിക്കും? ആനോഡായി പ്രവർത്തിക്കും.
ആനോഡായി പ്രവർത്തിക്കുന്ന ആൾക്ക് എന്ത് സംഭവിക്കും? അത് ഡിസ്ട്രോയ്, നശിക്കും. അങ്ങനെ നമ്മൾ അലൂമിനിയം പതുക്കെ ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങും? നശിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് കട്ടാവും. അപ്പോൾ നമുക്ക് അതിലൂടെ കൃത്യമായി വൈദ്യുതി പാസ് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ ഇതിന് ആൻസർ ചെയ്തിട്ടുണ്ട് എത്രയേ ഉള്ളൂ? അലൂമിനിയത്തുമ്പോൾ കോപ്പർ കണക്ട് ചെയ്യുമ്പോൾ അലൂമിനിയത്തിന് എന്ത് ചെയ്യുന്നു? ക്രിയാശീലം കൂടുതലായതുകൊണ്ട് അത് ആനോഡായി പ്രവർത്തിച്ച് അത് ഡിസ്ട്രോയ് ആകുന്നു, അത് നശിച്ചു പോകും. അതാണ് കാരണം ഇതുണ്ട് കേട്ടോ. അപ്പോൾ ലോഹനാശനത്തിൽ പഠിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്, ശ്രദ്ധിച്ചോളി. ഒരു ലോഹം മറ്റൊരു ലോഹവുമായി സമ്പർക്കത്തിൽ വന്നാൽ അവിടെ ക്രിയാശീലം കൂടിയ ആള് ആനോഡായി പ്രവർത്തിക്കുകയും അത് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ക്രിയാശീലം കുറഞ്ഞ കാഥോഡിനെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇരുമ്പിനെ സംരക്ഷിക്കാൻ ഇരുമ്പിനേക്കാൾ ക്രിയാശീലം കുറഞ്ഞ മെഗ്നീഷ്യം പോലെയുള്ള ആളെ അതിന്മേൽ ചുറ്റിയാൽ മതി. അപ്പം മെഗ്നീഷ്യം ആനോഡായിട്ട് ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, കപ്പലിൻ്റെ ചട്ടക്കൂടിലൊക്കെ ഇരുമ്പ് വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ താഴെ സിങ്കിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും കട്ടകൾ പതിക്കാറുണ്ട് കപ്പലിൻ്റെ ചട്ടക്കൂടിൻ്റെ താഴെ. എന്തിനാണ്? കപ്പൽ വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അത് ലോഹനാശനം നടക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് സിങ്കും മെഗ്നീഷ്യവും അതിന്മേൽ ഉണ്ടാകുമ്പോൾ അത് അയണിനേക്കാൾ ക്രിയാശീലം കൂടുതലാണ്. അപ്പോൾ അത് ആനോഡായി പ്രവർത്തിക്കുകയും അത് നശിച്ചു പോകും. നമ്മൾ അയൺ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ് ആണ്, അത് സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ലോഹനാശനം തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ പ്രോസസ്സ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. നിർബന്ധമായിട്ടൊരു ചോദ്യം കാഥോഡിക് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പിഗ് അയൺ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അയൺ. വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ്? ഇത് മൂന്നും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നോക്കി. പിഗ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന അയൺ, അതാണ് പിഗ് അയൺ. അതിൽ 4% എന്തുണ്ടാവും? കാർബണും പിന്നെ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ആ ഇമ്പ്യൂരിറ്റി, ആ അപദ്രവ്യങ്ങളൊക്കെ ഒന്നിങ്ങനെ കുറച്ചിട്ട് നമുക്ക് വേണ്ട രൂപത്തിൽ കാസ്റ്റ് ചെയ്യാൻ, പല ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാർബണൊക്കെ കുറച്ച് ഏകദേശം 2% കാർബണൊക്കെ ഉള്ള ഇരുമ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? കാസ്റ്റ് ആണ്. റിലേറ്റീവ്ലി പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഒരു ഏകദേശം ശുദ്ധമായ ഇരുമ്പിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റോട്ട് അയൺ. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിൽ നേരിട്ട് കിട്ടുന്നത് പിഗ് അയൺ. അത് ഒരുപാട് ഇമ്പ്യൂരിറ്റി ഉണ്ടാവും. അത് കുറച്ചിട്ട് അത് നമുക്ക് വേണ്ട രൂപത്തിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, വാർത്തെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റിയാൽ അത് കാസ്റ്റ് അയൺ. പിന്നെ നമ്മൾ ആ ഇരുമ്പിനെ ശ്രദ്ധിക്കുക, ആ ഇരുമ്പിനെ നമ്മൾ പിന്നെ ഒന്നുകൂടി ശുദ്ധമാക്കി ഇരുമ്പിൻ്റെ ഏകദേശം ഒരു ശുദ്ധമായ രൂപമാണ് ഏതെന്ന് പറയുന്നത്? റോട്ട് അയൺ. അതിലും 0.02% ഒക്കെ കാർബൺ അതിൽ അടങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് വിച്ച് ഓഫ് ദി അയൺ ക്യാൻ ബി കാസ്റ്റ് ആസ് ഡിസൈഡ്? അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കാസ്റ്റ് അയൺ കേട്ടോ, കാസ്റ്റ് അയൺ. ഓക്കെ, ഹൗ ഡു യു മേക്ക് സ്റ്റീൽ ഫ്രം അയൺ? സ്റ്റീൽ ഫ്രം അയൺ. ഓക്കെ, സ്റ്റീൽ ഫ്രം അയൺ. അയണിൽ നിന്ന് എങ്ങനെ സ്റ്റീൽ ഉണ്ടാക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അയണിലേക്ക് കാർബൺ മിക്സ് ചെയ്യാം. കാർബൺ മിക്സ് ചെയ്യുമ്പോൾ 0.05 to 1.5% കാർബണാണ് മിക്സ് ചെയ്യേണ്ടത്. റെഡി. അയണിലേക്ക് കാർബൺ മിക്സ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുക? സ്റ്റീൽ മേക്ക് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ പോയി നോക്കുക, അലൂമിനിയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മളിതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബ്ലാസ്റ്റ് ഫർണസിലെ എല്ലാ ചോദ്യവും നമ്മൾ ആരൊക്കെയാണ് ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇടേണ്ടത്, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഫുൾ റിയാക്ഷൻസ്, പിഗ് അയൺ, റോട്ട് അയൺ, കാസ്റ്റ് അയൺ, മൊത്തം സ്റ്റീല്, അത് വെച്ചിട്ടുണ്ടാക്കുന്ന സ്റ്റീല്, അത് വെച്ചിട്ടുണ്ടാക്കുന്ന അലോയ് സ്റ്റീൽ, ഒക്കെ ആ ഇരുമ്പിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഇതിലുണ്ട്. അലൂമിനിയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിങ്കിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന നിരോക്സികാരി ഏതാണ്, അവിടെ കാൽസിനേഷൻ, റോസ്റ്റിംഗ് ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗവും അവിടെ പറഞ്ഞിട്ടുണ്ട്. കോപ്പറിൻ്റെ നിർമ്മാണം, ബ്ലിസ്റ്റർ കോപ്പറും കാര്യങ്ങളും അതും പറഞ്ഞു. ലോഹനാശനം ടച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും പറഞ്ഞു. പിന്നെ ഉള്ളത് ലോഹ നിർമ്മാണം, ലോഹ നിഷ്കർഷണം. പിന്നെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറയുന്ന മിനറൽസ്, അതുപോലെ തന്നെ അയിര്, ധാതുക്കൾ, ഓറുകളൊക്കെ, അത് പറയുന്ന ഒരുപാട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. പിന്നെ ലോഹ നിഷ്കർഷണവുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് സെപ്പറേഷൻ, കാന്തിക വേർതിരിക്കൽ പറയുന്നത് പറഞ്ഞു. ഫോർത്ത് ഫ്ലോട്ടേഷൻ, പ്ലവന പ്രക്രിയ പറഞ്ഞു. സൾഫൈഡ്, പിന്നെ ലെവിഗേഷൻ പറഞ്ഞു. എല്ലാ ചാപ്റ്ററിലെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കുക, നല്ല തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ, ആ പ്രോസസ്സുകളുടെ പേരുകൾ, എക്സാമ്പിളുകൾ, നിരോക്സികാരിയുടെ പേര്, അങ്ങനെ പ്രക്രിയകളുടെ പേര്, ഒഴിക്കേണ്ട സൊല്യൂഷൻ്റെ പേര്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകൾ അടങ്ങിയ നമ്മളെ കെമിസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ തിയറട്ടിക്കലായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ലോഹങ്ങൾ അഥവാ മെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് സ്വയം ഉത്തരം എഴുതാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കുക, ഈ ചാപ്റ്ററിൽ നിന്ന് ഇനി ഏത് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനൊക്കെ വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് പബ്ലിക് എക്സാമിനൊക്കെ വരാൻ പ്രതീക്ഷിക്കുന്ന മറ്റു നല്ല ചോദ്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.